إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء فاتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما واذكر في الكتاب إبراهيم إنه كان صديقا نبيا اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്നേഹധരണീയരായ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, നമുക്ക് മനസ്സിലാക്കിയതുപോലെ ഏറ്റവും പവിത്രമായ ദുൽഹിജ്ജയുടെ വളരെ ശ്രേഷ്ഠമായ ദിനരാത്രങ്ങളിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമലു സാലിഹാത്തുകൾ, ഏറ്റവും പ്രിയങ്കരമായി അല്ലാഹുവിന്റെ അടുക്കലേക്ക് നന്മകൾ ചെയ്യുവാൻ ഒരു വിശ്വാസിക്ക് ലഭിക്കുന്ന അവസരമാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയാം, ലക്ഷക്കണക്കിന് ഹജ്ജ് നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള തീർത്ഥാടകർ പരിശുദ്ധ ഹറമിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, അല്ലാഹുവേ, ഒരിക്കലും ഒരു രൂപത്തിലും പങ്കുകാരില്ലാത്ത റബ്ബേ, നിന്റെ വിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഞങ്ങളിതാ വന്നിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണുള്ളത്. പരിശുദ്ധ ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് ആരംഭിക്കാനിരിക്കുകയാണ്. നമുക്കറിയാം, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഓർമ്മകൾ അയവിറക്കാതെ, അതിനെ സ്മരിക്കാതെ ഈ ദിനരാത്രങ്ങളെന്ന് മാത്രമല്ല, ഒരു ദിനരാത്രവും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോകുന്നില്ല. നമുക്കറിയാം, എല്ലാ ദിവസവും ആ മഹാനായ പ്രവാചകനെ സ്മരിച്ചുകൊണ്ടാണ് ഓരോ പ്രഭാതവും ഒരു വിശ്വാസിയിൽ ഉണ്ടാകുന്നത്.
അതിൽ ഒന്നാമതായി കൊണ്ട് പ്രഭാതത്തിൽ ചൊല്ലുവാൻ പഠിപ്പിച്ച ഒരു ശ്രദ്ധേയമായ പ്രാർത്ഥനയിൽ കാണാം أصبحنا على فطرة الإسلام وعلى كلمة الإخلاص وعلى دين نبينا محمد صلى الله عليه وسلم وعلى ملة أبينا إبراهيم حنيفا مسلما وما كان من المشركين. എല്ലാ ദിവസവും ഇത് വിശ്വാസി സുബഹി നമസ്കാരാനന്തരം സൂര്യോദയത്തിന് മുമ്പായി ചൊല്ലേണ്ട റസൂലുള്ള പഠിപ്പിച്ച പ്രാർത്ഥനകളിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അസ്ബഹ്നാ അലാ ഫിത്രത്തിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ പ്രകൃതിയിൽ ഞാൻ പ്രഭാതത്തിലായിരിക്കുകയാണ്. വഅലാ കലിമത്തിൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ കലിമയായ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിക്കൊണ്ട് ഞാൻ പ്രഭാതത്തിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വഅലാ ദീൻ നബിയിനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനിൽ ഒരു മുസ്ലിമായി, ഒരു വ്യക്തിയായി ഞാൻ ഇതാ പ്രഭാതത്തിലായിരിക്കുകയാണ്. വഅലാ മില്ലത്തി അബീനാ ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രികീൻ. ഒരിക്കലും അല്ലാഹുവിൽ പങ്കു ചേർത്തിട്ടില്ലാത്ത, അല്ലാഹുവിൽ സകലവും കീഴൊതുങ്ങിയ, മുസ്ലിമായ, അല്ലാഹുവിൽ സകലതും സമർപ്പിച്ച മഹാനായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലായിക്കൊണ്ട് ഞാനിതാ പ്രഭാതത്തിലായിരിക്കുന്നു എന്ന് ഒരു വിശ്വാസി പ്രാർത്ഥിക്കും. അവിടെ മുതൽ ആ സ്മരണ തുടങ്ങുകയാണ്. അതുമല്ലെങ്കിൽ ഫജ്ർ നമസ്കാരം മുതൽ തുടങ്ങുകയാണ്. എല്ലാ വക്തിലും നിർബന്ധമായിക്കൊണ്ടും ഒരു വ്യക്തി ഒരു ദിവസം 20 തവണ നമസ്കാരത്തിലൂടെ ആ മഹാനായ നബി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്മരിക്കാറുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദിൻ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം. അത് സ്മരിക്കാത്ത ഒരു മുഅ്മിനില്ല, അത് പറയാത്ത മുഅ്മിനില്ല. അല്ലാഹുവിന്റെ റസൂലിനും കുടുംബത്തിനും കരുണ ചൊരിഞ്ഞതുപോലെ കരുണ ചൊരിയണേ റബ്ബേ, ഏതുപോലെ കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനും കുടുംബത്തിനും നീ കരുണ ചൊരിഞ്ഞതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും കുടുംബത്തിനും കരുണ ചൊരിയണേ എന്നാണ്. സഹോദരങ്ങളെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പരിശുദ്ധ ഖുർആൻ വ്യത്യസ്തമായ രൂപത്തിൽ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹു തആല പറയുകയാണ്, വസ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ നീ ഓർക്കുക, അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ പറഞ്ഞത് ഇന്നഹു കാന സിദ്ദീഖാ. ഒന്നാമതായി കൊണ്ട് പറഞ്ഞു, അദ്ദേഹം സിദ്ദീഖാൻ, സത്യപ്പെടുത്തുന്നവനാണ്. സിദ്ദീഖൻ നബിയ, കൃത്യമായി അള്ളാഹുവിന്റെ കൽപ്പനകളെ അംഗീകരിക്കുന്ന, സത്യപ്പെടുത്തുന്ന സത്യസന്ധനായ ഒരു സിദ്ദീഖാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം എന്ന് പഠിപ്പിച്ചു. ഒരു ഹദീസിലൂടെ അദ്ദേഹം സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നു. സുമറത്ത് ബിൻ ജുൻദുബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന, റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗം കാണിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് സ്വർഗം കാണിക്കപ്പെട്ടു. സ്വർഗത്തിൽ വയോവൃദ്ധനായ ഒരു വ്യക്തി അവിടെയുള്ള കുട്ടികളുമായി കൊണ്ട് കൂടെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുത്തു. റസൂലുള്ളാഹി ചോദിച്ചു, ആരാണ് ആ വൃദ്ധനായ വ്യക്തി? ആരാണ് ആ വൃദ്ധനായ വ്യക്തി? അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന മലക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു, അത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാം സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് അവിടെ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്ത് നിസായിൽ അല്ലാഹു തആല പഠിപ്പിച്ചു, വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. അല്ലാഹു ഇബ്രാഹിമിനെ ഒരു ഖലീലായി കൊണ്ട്, അതല്ലെങ്കിൽ ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന, മനുഷ്യരിൽ നിന്നും അള്ളാഹു ഹൃദയം നിറഞ്ഞ് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിക്കൊണ്ട് അള്ളാഹു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ സ്വീകരിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ തന്നെ ഉലുൽ അസ്മുകൾ, ദൃഢചിത്തരായ പ്രവാചകന്മാർ, ഒരുപാട് പരീക്ഷണങ്ങളെയും പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തു വിജയിച്ച പ്രവാചകന്മാരായിക്കൊണ്ട് 5 പ്രവാചകന്മാരെ എണ്ണിയിട്ടുണ്ട്. ആ 5 പ്രവാചകന്മാരിൽ ഒന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. മറ്റൊരിടത്ത് അല്ലാഹു തആല പറഞ്ഞു, ഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമാ. ഖാല ഇന്നി ജാഇലുക, നിന്നെ ഞാൻ ആക്കുകയാണ്, നിന്നെ ഞാൻ ആക്കിയിരിക്കുകയാണ്, ലിന്നാസി ഇമാമാ,
മനുഷ്യരുടെ ഇമാമാക്കിക്കൊണ്ട്, മനുഷ്യരുടെ മുന്നിൽ നിന്ന് നയിക്കുന്ന ഒരു നേതാവാക്കിക്കൊണ്ട് താങ്കളെ നാം തെരഞ്ഞെടുത്തിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. പ്രിയമുള്ളവരെ, ഇറാഖിലെ ബാബിലോണിയയിലാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ജനിക്കുന്നത്. ഊർ എന്ന പട്ടണത്തിലാണ് അദ്ദേഹം ജനിക്കുന്നത്. വിഗ്രഹാരാധനയുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ആ നാട്. വിഗ്രഹം ഉണ്ടാക്കി വിൽക്കുന്ന, എന്നിട്ട് ആ വാങ്ങുന്ന വിഗ്രഹത്തെ പ്രതിഷ്ഠിച്ച് അവിടെ ആരാധനകൾ അർപ്പിച്ച് അല്ലാഹു അല്ലാത്ത ഇത്തരത്തിലുള്ള വ്യക്തികളുടെ അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ട വിഗ്രഹങ്ങളുടെ ബിംബങ്ങളുടെ മുമ്പിൽ ആരാധനകൾ അർപ്പിക്കുന്ന സ്വന്തം പിതാവ് പോലും അത്തരത്തിലുള്ള ഒരു വിഗ്രഹ നിർമ്മാതാവാണെന്ന് തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ സമൂഹത്തിൽ ജനിച്ചു വീഴുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരത്യാവശ്യം പക്വതയും വിവേകവും ഒക്കെ എത്തിയപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിക്കുകയാണ് ആ സമൂഹത്തോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുവാൻ, ഏകദൈവ ആരാധനയിലേക്ക് അവരെ ക്ഷണിക്കുവാൻ. പിതാവായ ആസർ, ആ പിതാവ് പോലും അതിൽ നിന്നും പിന്തിരിയുന്നതും വളരെ രൂക്ഷമായും വളരെ മോശമായും ആ മകനോട് പെരുമാറുന്നതും ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ ഭാര്യമാരായി നമുക്ക് ചരിത്രത്തിൽ കാണാം. ഒന്ന് സാറയാണ്, അതുപോലെ തന്നെ രണ്ടാമത്തത് ഹാജറയാണ്. ഈ രണ്ടു മക്കളിലായിക്കൊണ്ട് ഇസ്മായിൽ നബി അലൈഹി സ്വലാമും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും ഓരോ ഭാര്യമാരിൽ ഓരോ മക്കളായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. സ്വന്തം നാട്ടിൽ നിന്നും പീഡനങ്ങളേറ്റ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ പരീക്ഷണത്തിന് അടിമപ്പെട്ട് പരീക്ഷണമേൽക്കേണ്ടി വന്ന് അവിടെ നിന്നും ഹിജറ പോവുകയാണ് ഫലസ്തീന്റെ മണ്ണിലേക്ക്. അവിടെ വെച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹീതമായ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന് 2 സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. 2 സന്താനങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത്. അതിനുശേഷം ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെയും ഹാജറിനെയും മക്കയിലേക്ക് യാത്ര അയക്കുകയാണ്. ഫലസ്തീനിന്റെ മണ്ണിൽ സാറയും ഇസ്ഹാഖ് നബി അലൈഹി സ്വലാമും താമസമാവുകയും ചെയ്യുകയാണ്. അതിനുശേഷമാണ് പിന്നീട് മക്കയിൽ നമ്മൾ ഇന്ന് കാണുന്ന ഹജ്ജ് ചെയ്യുവാൻ വേണ്ടി പുറപ്പെടുന്ന ആ യാത്രയിലടക്കം, ആ യാത്രയിൽ സംഭവിക്കുന്ന ഹജ്ജുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും യഥാർത്ഥത്തിൽ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെയും ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെയും ഹാജറ ബീവിയുടെയും ഒക്കെ ചരിത്രങ്ങളാണ്. അവിടെ നടന്ന യാഥാർത്ഥ്യങ്ങളാണ്. തവാഫും സഅയും അതിനുശേഷം മിനയും മുസ്ദലിഫയും അറഫയും ഒക്കെ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് ത്യാഗത്തിന്റെ, വേദനയുടെ, പരീക്ഷണങ്ങളുടെ, പ്രതിബന്ധങ്ങളെ തരണം ചെയ്തതിന്റെ ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അറിയാതെ, ആ കുടുംബത്തെ അറിയാതെ, അവരുടെ ത്യാഗോജ്വലമായ ജീവിതത്തെ അറിയാതെ, ആ ജീവിതത്തിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാതെ ഒരു വിശ്വാസിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് ചരിത്രം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതകൾ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്. ഒന്ന്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഒരു ആഗ്രഹം അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ച് നേരിട്ട് പൂർത്തീകരിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 260-ാമത്തെ വചനത്തിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, ഇത് ഖാല ഇബ്രാഹിമു റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. റബ്ബേ, നീ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നത്? എനിക്കൊന്ന് അറിയിച്ചു തരുമോ? അത് മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയെന്ന് അറിയിച്ചു തരുമോ? ഖാല അവലം തുഅ്മിൻ. നീ വിശ്വസിക്കുന്നില്ലേ ഇബ്രാഹിം ആ വിഷയത്തെ? നാം മരിച്ചവരെ ജീവിപ്പിക്കുമെന്ന വിഷയത്തിൽ താങ്കൾക്ക് ഉറപ്പില്ലേ, വിശ്വാസമില്ലേ ഇബ്രാഹിം എന്ന് ചോദിക്കുമ്പോ ഖാല ബലാ, പിന്നെ ഇല്ലാതെ, എനിക്ക് വിശ്വാസമുണ്ട്, പൂർണ്ണമായും ആ വിഷയത്തിൽ ഉറപ്പുണ്ട്. പക്ഷേ വലാകിൻ ലിയത്മഇന്ന ഖൽബി, എന്റെ ഹൃദയത്തെ ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ്, എന്റെ ഹൃദയത്തിന് ഒരു തുമഈനത്ത്, ഒരു ഉറപ്പ് ഉണ്ടാകുവാൻ വേണ്ടിയിട്ടാണ് എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം പറയുകയാണ്. ഖാല ഫഖുദ് അർബഅതും മിനൽ ത്വയ്ർ, താങ്കൾ 4 പക്ഷികളെ പിടിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കാണിച്ചു കൊടുക്കുകയാണ്. 4 പക്ഷികളെ പിടിക്കുക. ഫസുറുഹുന്ന ഇലൈക തുമ്മ ജഅൽ അലാ കുല്ലി ജബലിൻ മിൻകുന്ന ജുസ്ആ,
അതിനെ നീ കഷ്ണം കഷ്ണമാക്കി കുത്തി നുറുക്കിയതിനു ശേഷം എല്ലാത്തിന്റെയും അംശങ്ങൾ ഓരോ പർവ്വതങ്ങളിൽ കൊണ്ട് നീ വെക്കുക, ഓരോ പർവ്വതങ്ങളിൽ കൊണ്ടുപോയിടുക. എന്നിട്ട് പറഞ്ഞു പിന്നെ നീ അതിനെ വിളിക്കുക, നീ ആ പക്ഷികളെ തിരിച്ചു വിളിക്കുക. അതെല്ലാം വളരെ വേഗത്തിൽ നിന്റെ അടുക്കലേക്ക് പറന്നു വരുന്നത് നിനക്ക് കാണാൻ സാധിക്കും. അല്ലാഹു അസീസാണ്, അല്ലാഹു ഹക്കീമാണ്, നീ അത് അറിയണം എന്ന് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കുക. അദ്ദേഹത്തിന്റെ ആ ഒരു ആഗ്രഹം, ഒരു ഒന്ന് ഉറപ്പിക്കുവാൻ വേണ്ടി അദ്ദേഹം ആഗ്രഹം പറഞ്ഞപ്പോ അള്ളാഹു അത് അവിടെ വെച്ച് പൂർത്തീകരിച്ചു കൊടുക്കുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ മക്ക എന്ന നാട് പുണ്യഭൂമിയായി മാറുന്നുണ്ട്. ആ പുണ്യഭൂമിയായി മാറുന്നതിന് മുമ്പ് ആ രാജ്യത്ത് ഒരു വ്യക്തിയുമില്ല, കൃഷിയില്ല, കൃഷിയോഗ്യമായിരുന്നില്ല. എല്ലാം കൊണ്ടും ചില പാറക്കെട്ടുകളും മണൽത്തിട്ടകളും മണലും കൂമ്പാരങ്ങളും നിറഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശത്താണ് ആ പ്രവാചകനും പത്നിയും എത്തിച്ചേരുന്നത്. അവിടെ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാം നടത്തുന്ന ചില പ്രാർത്ഥനകളുണ്ട്. റബ്ബി ജഅൽ ഹാദാ ബലദൻ ആമിന, റബ്ബേ ഈ രാജ്യത്തെ നീ നിർഭയത്വമുള്ള രാജ്യമാക്കി മാറ്റണേ. വർസുഖ് അഹ്ലഹു മിനസ് സമറാത്തി മിൻ മൻ ആമന മിൻഹും ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിൽ അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളായ ആളുകൾക്ക്, അതിന്റെ ആളുകൾക്ക് നീ അവിടുത്തെ സമറാത്തുകൾ, പഴങ്ങൾ, ഫലവർഗ്ഗങ്ങൾ നീ അവർക്ക് നൽകണേ അല്ലാഹ് എന്ന് പ്രാർത്ഥിച്ചു. അല്ലാഹു ആ രാജ്യത്തിന് നിർഭയത്വം നൽകി. ആർക്കും ഒരു ഭയവുമില്ലാതെ ആ രാജ്യത്ത് ജീവിക്കാൻ സാധിക്കും. എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള ഫലവർഗ്ഗങ്ങൾ, അവരുടെ രാജ്യത്തിന് വേണ്ടി പ്രത്യേകമായ ഫലങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഒത്തിരി വർദ്ധിപ്പിച്ചു നൽകുകയുണ്ടായി. അതുമാത്രവുമല്ല, മറ്റൊരിടത്ത് കാണാം റബ്ബനാ ഇന്നി അസ്കൻതു മിൻ ദുർരിയതി, റബ്ബേ ഞാൻ ഉപേക്ഷിച്ചിട്ട് പോകുന്നു എന്റെ സന്തതികളിൽ ചിലരെ ഞാൻ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. യാതൊരു കൃഷിയുമില്ലാത്ത ഈ താഴ്വരയിൽ ഞാൻ ഇവരെ ഉപേക്ഷിച്ചിട്ട് പോവുകയാണ്. നിന്റെ പവിത്രമാകുന്ന ഭവനത്തിന്റെ അരികിലാണ് ഞാൻ അവരെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. റബ്ബനാ ലിയുഖീമുസ് സ്വലാത്ത്, എന്റെ രക്ഷിതാവേ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്റെ സന്തതികളിൽ ചിലരെ നാം അവിടെ ഉപേക്ഷിച്ചിട്ട് പോകുന്നത്. മനുഷ്യരിൽ ചില ആളുകളെ അല്ലാഹുവേ നീ ഇതിലേക്ക് ഹൃദയത്തെ ഒന്ന് അടുപ്പിക്കണേ, ഈ നാട്ടിലേക്ക് ഹൃദയത്തെ ഒന്ന് അടുപ്പിക്കണേ, ഒന്ന് ചായ്വ് നൽകണേ, അവിടേക്ക് എത്താനുള്ള ഒരു കൊതിയും ത്വരയും ഒക്കെ നൽകണേ എന്നാണ്. അതുപോലെ പല വർഗങ്ങളിൽ നിന്നും നീ അവർക്ക് റിസ്ക് നൽകണം, ഉപജീവനം നൽകണം. ലഅല്ലഹും യശ്കുറൂൻ, അവർ നന്ദിയുള്ളവരായേക്കാം. ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ പ്രാർത്ഥനയാണ്. അതിന്റെ അള്ളാഹുവിന്റെ ആ സ്വീകാര്യതയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും അവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് നിർവൃതിയാണ്, കൺകുളിർമയാണ്. അവിടേക്ക് എത്താത്തവർക്ക് എത്തിക്കണേ എന്ന കൊതിയാണ്, അവിടേക്ക് എത്തിക്കണേ എന്ന അള്ളാഹുവിനോടുള്ള തേട്ടമാണ്, അതിനുള്ള പരിശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വല്ലാത്ത ഒരു സംഭവമാണ്. അള്ളാഹു അങ്ങനെ ഒരു ഇണക്കം ആ നാട്ടിലേക്കും ആ ഹറമിലേക്കും ആ കഅബയിലേക്കും ഒക്കെ ഒരു ഇണക്കം നമ്മുടെ മനസ്സിലൊക്കെ നൽകിയിട്ടുണ്ട്. അതൊക്കെ നമ്മൾ അനുഭവിക്കുന്നവരും ആസ്വദിക്കുന്നവരുമാണ്. അങ്ങനെയുള്ള ആ ഒരു റിസൾട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മുടെയൊക്കെ ബാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കരമുയർത്തിയുള്ള പ്രാർത്ഥനയാണ്, അതിന്റെ ഉത്തരങ്ങളാണ്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നമുക്ക് പകർന്നു നൽകിയത് ഒന്നോ രണ്ടോ മൂന്നോ അനുഭവങ്ങളല്ല, യാഥാർത്ഥ്യങ്ങളല്ല, ഗുണപാഠങ്ങളല്ല, പാഠങ്ങളല്ല. ഒത്തിരി സന്ദേശം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നിന്നും നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ഹബിലി മിനസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളിൽപ്പെട്ട സന്താനങ്ങളെ നീ എനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. റബ്ബി ജഅൽനി മുഖീമസ് സ്വലാത്തി വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്റെ സന്താനങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണെന്ന് എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്.
റബ്ബനാ വതഖബ്ബൽ ദുആ, എന്റെ പ്രാർത്ഥന നീ സ്വീകരിക്കണേ അല്ലാഹ്. നമ്മൾ എത്ര ആളുകൾ അങ്ങനെ പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്? പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കണേ എന്ന് നമ്മൾ എത്ര ആളുകൾ പ്രാർത്ഥിക്കാറുണ്ട്? ഇതൊക്കെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മാതൃകയാണ്. അതുകൊണ്ടാണ് അള്ളാഹു ഏറ്റവും അധികം അനുഗ്രഹിച്ചത്. ആ പ്രവാചകന്റെ പരമ്പരയിലൂടെയാണ് ഏറ്റവും അധികം പ്രവാചകന്മാർ പിന്നീട് കടന്നു വരുന്നത്. ബനൂ ഇസ്രായേലിലേക്ക് പ്രവാചകന്മാർ കടന്നു വന്നു. അതുപോലെ തന്നെ അറബികളിലേക്ക് മഹാനായ ഇസ്മായിൽ നബി അലൈഹി ഇസ്ലാമിന്റെ സന്താന പരമ്പരയിലൂടെ മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ പ്രവാചകന്മാരുടെയും നേതാവാക്കിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആ രൂപത്തിൽ എല്ലാ തരത്തിലും അള്ളാഹു അനുഗ്രഹിച്ച, എന്നാൽ ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്ത് വിജയിച്ച ആ പ്രവാചകന്റെ ഓർമ്മകൾ ഈ ഹജ്ജിന്റെ സമയത്ത്, ഈ ഒരു പരിശുദ്ധമായ കർമ്മങ്ങൾ നിർവഹിക്കാൻ വേണ്ടി വിശ്വാസികൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് എല്ലാ വിശ്വാസികൾ എന്ന നിലയിൽ നമ്മൾ ഒന്ന് ഓർമ്മ പുതുക്കണം, ഒന്ന് അറിഞ്ഞിരിക്കണം. ആ പ്രവാചകന്റെ ജീവിതത്തിലൂടെയുള്ള പാഠങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ ചേർത്തു വയ്ക്കാൻ നമ്മൾ പരിശ്രമിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല ആ രൂപത്തിൽ വിജയം വരിക്കുന്ന വിശ്വാസികളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. الحمد لله حمدا كثيرا طيبا مباركا فيه. الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. أما بعد فاتقوا الله يا عباد الله. അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ഖലീലുല്ലാഹ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ചില പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ചുരുങ്ങിയ വാക്കുകൾ നമ്മൾ മനസ്സിലാക്കുകയായി. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് അള്ളാഹു പരിചയപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മത്തൻ ഖാനിതൻ ലില്ലാഹി ഹനീഫ വലം യകും മിനൽ മുശ്രികീൻ എന്നാണ്. അള്ളാഹുവിൽ കീഴൊതുങ്ങുന്ന, കീഴ്വണക്കം അള്ളാഹുവിന് മാത്രമാക്കുന്ന ഒരു സമുദായമായിരുന്നു, അല്ലെങ്കിൽ ഒരു സമൂഹം ഒത്തൊരുമിച്ച് നിർവഹിക്കേണ്ട പലതും ഒറ്റയ്ക്ക് നിർവഹിച്ച ഒരു മഹാപ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം. അത് അള്ളാഹു അവസാനിപ്പിക്കുന്ന എങ്ങനെയാണ്? വലം യകും മിനൽ മുശ്രികീൻ. അദ്ദേഹം അത് അള്ളാഹുവിൽ പങ്കുചേർക്കുന്ന ഒരു ബഹുദൈവ ആരാധകനായിരുന്നില്ല. ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഒരു പ്രവാചകനായിരുന്നു. അതൊരു വലിയ മാതൃകയാണ്, നമുക്കൊക്കെ വലിയ മാതൃകയാണ്. ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരികയാണ്. അതായത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ജീവിതവും മാർഗവും ഓരോ വിശ്വാസിയും പഠിക്കലും അറിയലും വളരെ നിർബന്ധമായ ഒരു കാര്യമാണ്. കാരണം ആദർശ രംഗത്ത് ഏറ്റവും ഒന്നാമത്തെ ഒരു മാതൃകയായിക്കൊണ്ട് നമുക്ക് എടുത്തു വെക്കാൻ കഴിയുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. കാരണം താൻ മനസ്സിലാക്കിയ ഒരു സത്യം, അത് ആരോടാണ് അദ്ദേഹം ആദ്യമായി പറഞ്ഞത്? ആ മാതൃകയാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും പിൻപറ്റിയത്. സ്വന്തം വീട്ടിൽ സ്വന്തം ബാപ്പയോട്, സ്വന്തം ഉമ്മയോട്, കുടുംബത്തോട് അദ്ദേഹം വിളിച്ചു പറയുകയാണ്. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും വഹയിന്റെ സന്ദേശം അത് വന്നു തുടങ്ങി. അള്ളാഹു എഴുന്നേൽക്കാൻ പറഞ്ഞു, ഉപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, താക്കീതുകൾ സമൂഹത്തിന് നൽകാൻ പറഞ്ഞു, കുടുംബത്തിന് നൽകാൻ പറഞ്ഞു. തന്റെ കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു കൂട്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഫാ മലയുടെ മുകളിൽ കയറി ആ പ്രഖ്യാപനം നടത്തുന്നത് നമുക്ക് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പൊ ഇവരൊക്കെ കുടുംബത്തിൽ നിന്നും ഈ സന്ദേശം പ്രയാണം അത് ആരംഭിച്ചു എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഖാല ലിഅബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. എന്റെ പൊന്നു പിതാവേ, എന്തിനാണ് നിങ്ങൾ ഈ പറയുന്ന വിഗ്രഹങ്ങളെ ആരാധിക്കുന്നത്?
എന്തിനു വേണ്ടിയാണ് ആരാധിക്കുന്നത്? മലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻഹു ശൈഅ. ഒരു ഉപകാരവും ചെയ്യാത്ത, ഒന്നും കാണാത്ത, ഒന്നും കേൾക്കാത്ത എന്തിനാ ഇതിനെ നിങ്ങൾ ആരാധിക്കുന്നത് എന്ന് സ്വന്തം പിതാവിനോട്, കുടുംബത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം വിളിച്ചു പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒന്നും ആലോചിച്ചിട്ടില്ല. കുടുംബത്തിൽ നിന്നുണ്ടാകുന്ന റിസൾട്ട് എന്താണെന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. അവർ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പേടി അവിടെയില്ല. ഒരു സമൂഹം മുഴുവൻ ഒന്നടങ്കം മറ്റൊരു വശത്തും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഏകനായ അള്ളാഹുവിൽ മാത്രം സകലതും അർപ്പിച്ചുകൊണ്ടുള്ള തൗഹീദിന്റെ വശത്തും നിൽക്കുമ്പോ എത്രമാത്രം മാനസികമായ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം അത് പറയുക? എത്ര ധൈര്യത്തോടു കൂടിയായിരിക്കും ആ സന്ദേശം വിളിച്ചു പറഞ്ഞിട്ടുണ്ടാവുക? എത്രയോ വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത്. യാ അബതി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക ഫത്തബിഅനി അഹദിക സിറാത്തൻ സവിയ്യ. എന്റെ പൊന്നു പിതാവേ, എനിക്ക് ചില അറിവുകൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടാത്ത ചില അറിവുകൾ, അല്ലാഹുവിൽ നിന്നുള്ള സന്ദേശം. അത് നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ, എന്റെ മാർഗം നിങ്ങൾ പിന്തുടരുകയാണെങ്കിൽ നിങ്ങൾ ചൊവ്വായ പാതയിലേക്ക് എത്തും, നിങ്ങൾ വഴിപിഴയ്ക്കുകയില്ല. യാ അബതി ലാ തഅബുദു ശൈത്താൻ. പിശാചിനെ നിങ്ങൾ ആരാധിക്കരുതേ, പൈശാചികതയെ നിങ്ങൾ പിന്തുടരരുതേ, അതിന്റെ പുറകെ നിങ്ങൾ പോകരുത്. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ്യ. നിശ്ചയമായും പരമകാരുണികനോട് അനുസരണക്കേട് കാണിച്ചവനാണ് പിശാച്, ശൈത്താൻ. അവനെ പിന്തുടരരുതേ എന്ന് തന്റെ പിതാവിനോട്, കുടുംബത്തോട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയുന്നുണ്ട്. നിങ്ങൾ അത്രയ്ക്ക് ഓരോ കാര്യങ്ങളും ആ പിതാവിനോട് പറയുമ്പോ പിതാവ് തിരിച്ച് ഒന്നും കേൾക്കാൻ തയ്യാറാകുന്നില്ല. നിനക്ക് ഒരിക്കലും കഴിയില്ല, ഞങ്ങളുടെ ആരാധ്യ വസ്തുക്കളെ, ഞങ്ങൾ നിർവഹിക്കുന്ന ആരാധ്യരെ തടയാൻ, അതില്ലാതാക്കാൻ നിനക്ക് കഴിയില്ല. നിനക്ക് വേണമെങ്കിൽ നീ രക്ഷപ്പെട്ട, അല്ലെങ്കിൽ ഇവിടുന്ന് എറിഞ്ഞു ഓടിക്കും എന്ന് ആ പിതാവ് ആ മകനോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം ഉപേക്ഷിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ നാട് വിട്ടു പോവുകയാണ്. ഒരുപാട് പ്രതിബന്ധങ്ങളെ തരണം ചെയ്തുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പോവാൻ. നോക്കൂ നിങ്ങൾ, അള്ളാഹുവിന്റെ ദീൻ അത് നമ്മൾ യഥാർത്ഥമായ രൂപത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതും, ആ മനസ്സിലാക്കിയത് ജീവിതത്തിൽ ഉൾക്കൊള്ളുക എന്നുള്ളതും, അത് തന്റെ കുടുംബത്തിലേക്ക് പ്രാവർത്തികമാക്കുവാനുള്ള പരിശ്രമം, ഏത് പ്രതിബന്ധങ്ങൾ തരണം ചെയ്യേണ്ടി വന്നാലും അതിനുവേണ്ടിയുള്ള പരിശ്രമം നടത്തണമെന്നുള്ളതും, അത് സമൂഹത്തിലേക്ക് ഇറങ്ങി പറയണമെന്നുള്ളതും ഓരോ വ്യക്തിയുടെയും ബാധ്യതയാണ് എന്ന് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം നമുക്ക് പഠിപ്പിച്ചു തരാണ്. നമ്മൾ അങ്ങനെയാണോ? ഓരോരുത്തരും സ്വന്തം നഫ്സിനോട് ചോദിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ട്, തൗഹീദ് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ട്, സമൂഹത്തിലേക്കും കുടുംബത്തിലേക്കും ഇറങ്ങി എന്തു വന്നാലും ശരി, സ്വീകരിച്ചോട്ടെ സ്വീകരിക്കാതിരുന്നോട്ടെ, എന്തു വന്നാലും ശരി അത് പറയേണ്ട ബാധ്യത എനിക്കുണ്ട് എന്നും, അത് പറയൽ എനിക്ക് എന്റെ മുൻകാല പ്രവാചകന്മാർ, എന്റെ പിതാവായ ഇബ്രാഹിം നബി അലൈഹി സ്വലാം അടക്കം പഠിപ്പിച്ചു തന്ന വലിയൊരു ബാധ്യതയാണെന്നും, അത് പൂർത്തീകരിക്കൽ എന്റെ കടമയാണെന്നും ഉൾക്കൊണ്ട എത്ര ആളുകൾ നമ്മളിലുണ്ട്. ഇറങ്ങണം സമൂഹത്തിലേക്ക്. കണ്ണടയ്ക്കുന്നതിന് മുമ്പ്, മരണമെന്ന യാഥാർത്ഥ്യം പിടികൂടുന്നതിന് മുമ്പ്, ചലനം അവസാനിക്കുന്നതിന് മുമ്പ് പഠിച്ചതെന്താണോ ഒരായത്തെങ്കിലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ ഇറങ്ങണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെടാൻ, അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കാൻ, ആ മാർഗം പിന്തുടരാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെയും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും പാത പിന്തുടർന്ന് ജീവിക്കാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയ കണ്ണൂർ ജില്ലയിലുള്ള നമ്മുടെ ഒരു ദഅ്വാ രംഗത്ത്, പ്രബോധന രംഗത്ത് സജീവമായി നിറഞ്ഞു നിന്ന ഒരു സഹോദരൻ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശാലമാക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന ധാരാളം സഹോദരങ്ങളും സഹോദരിമാരുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും അവരെയും നമ്മയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, അത്തരത്തിലുള്ള എല്ലാവിധ പരീക്ഷണങ്ങളിൽ നിന്നും അല്ലാഹുവേ ഞങ്ങളെ അവരെയും കാത്തുരക്ഷിക്കണമേ റഹ്മാനെ. അല്ലാഹുവേ, ഫലസ്തീനിന്റെ മണ്ണിൽ കിരാതമായ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഇസ്രായേലിന്റെ
ക്രൂരന്മാരായ ആളുകൾ, ഭരണാധികാരികൾ, അല്ലാഹുവേ അവരിൽ നീ നിന്യത അടിച്ചേൽപ്പിക്കണേ. അല്ലാഹുവേ അവരുടെ എല്ലാവിധത്തിലുമുള്ള പ്രവർത്തനങ്ങളെയും നീ തകർത്ത് കളയണമേ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനത്തോടെ, സ്വസ്ഥതയോടെ, നിർഭയത്വത്തോടെ ഈ രാജ്യത്ത് ജീവിക്കുവാനുള്ള തൗഫീഖ് നീ ഞങ്ങൾക്കും പ്രദാനം ചെയ്യണമേ റഹ്മാനേ. അല്ലാഹുമ്മ ഖ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബൻ നാർ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് ثبت قلوبنا على دينك. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم يا ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وصلى الله وسلم على نبينا